ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സൂക്ഷ്മദർശനെ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത ബേസൽ ജോസഫ് സിനിമയാണ്. ചിത്രത്തിൽ നസ്രിയ നസീം നായികവേഷത്തിലെത്തുന്നു. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്ററുകൾ റിലീസ് ആയിരിക്കുകയാണ്. ഷൂട്ടിംഗ് പൂർത്തിയായ സിനിമ ബേസലിന്റെ ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മലയാളം സിനിമകളിൽ പ്രതീക്ഷയർപ്പിക്കാവുന്ന സിനിമ തന്നെയാണ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാതിരുന്ന സിനിമയാണല്ലോ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപി നായകനെത്തുന്ന സിനിമയുടെ ഡബിംഗ് വർക്കുകൾക്കായിട്ട് രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന നവംബറിലെ ആദ്യ ആഴ്ച നവംബർ 1 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. റിലീസ് തീയതി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള അടുത്ത അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നു. ഇന്ന് വേട്ടയൻ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. വൻ താരനിര ഭാഗമാകുന്ന രജനികാന്ത്, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസൽ ചിത്രം വേട്ടയൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇന്ന് ചെന്നൈയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. സിനിമയുടെ പ്രിവ്യൂ ടീസറും റിലീസ് ആയിരിക്കുകയാണ്. ജെയ്ബീം സംവിധായകൻ നാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മാസം ക്ലാസും നിറഞ്ഞ സിനിമയാണ് എന്ന് ടീസർ കാണുമ്പോൾ വ്യക്തമാകുന്നു. ട്രെയിലറും ഉടനെ റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് സെപ്റ്റംബർ 20-ന് 2 തമിഴ് സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിൽ ഒരു സിനിമ ലബർ പന്ത് എന്ന സിനിമയാണ്. ഹരീഷ് കല്യാൺ നായകനെ എത്തിയ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന ഇന്നേ ദിവസത്തിൽ തമിഴ് സിനിമയായിട്ട് മാറാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങും പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴിലെ ഇന്നേ ദിവസത്തിലെ മറ്റൊരു റിലീസ് കടൈസി ഉലകപ്പോർ എന്ന സിനിമയാണ്. ഇന്ന് കേരളത്തിലടക്കം റിലീസ് ചെയ്ത സിനിമയ്ക്ക് ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങൾ, ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു എന്റർടൈനർ സിനിമ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റുകൾ 2 മമ്മൂട്ടി സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. നിലവിൽ മമ്മൂട്ടിയുടെ ചിത്രീകരണം നടക്കുന്ന ഗൗതം വാസുദേവ് മേനോൻ ചിത്രമാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമ. നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. പാക്കപ്പിന് ശേഷം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങുന്നതാണ്. മമ്മൂട്ടി കമ്പനിയോട് തന്നെ ഇനി നിർമ്മിക്കാനായിട്ടിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ജിതിൻ K ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നിങ്ങളിൽ കൂടുതൽ പ്രേക്ഷകരും അറിഞ്ഞിരിക്കുന്നത് പോലെ വിനായകൻ സിനിമയിൽ നായകനായി എത്തുന്നു. വിനായകന്റെ വില്ലൻ വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷത്തിലെ മറ്റൊരു മമ്മൂട്ടിയുടെ വില്ലൻ വേഷം കാണാനായിട്ടിരിക്കുന്ന സിനിമയായിട്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമ മാറുന്നു തുടങ്ങിയ അപ്ഡേറ്റുകളാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. നേരത്തെ മമ്മൂട്ടിക്കൊപ്പം പൃഥ്വിരാജിനും ജോർജ് ജോർജിനും ശേഷം ബിജു മേനോൻ എല്ലാം തന്നെ പറഞ്ഞു വെച്ചിരുന്ന വേഷമാണ് ഏറ്റവും അവസാനം കറങ്ങിത്തിരിഞ്ഞ് വിനായകൻ എത്തിയിരിക്കുന്നത്. ഈ മാസം തന്നെ സിനിമയുടെ ചിത്രീകരണം നാഗർകോവിലിൽ ആരംഭിക്കും. കാത്തിരിക്കൂ സിനിമയുടെ പൂജ ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കായിട്ട്.